ഇരുട്ടറയിലേക്ക് തള്ളപ്പെട്ട ഒരു മനുഷ്യജീവിയും പിന്നീട് വെളിച്ചം കണ്ടിട്ടില്ല. മരണത്തേക്കാൾ വലിയ ശിക്ഷ നൽകി കുറ്റവാളികളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച ആ ഇരുട്ടറ സ്വന്തമാക്കി സജീവമാക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അമേരിക്കയിൽ ജനാധിപത്യബോധം കടന്നു വന്നതോടെ ഉപേക്ഷിക്കപ്പെട്ട ആ നരകവാതിൽ വർഷങ്ങൾക്കിപ്പുറം തള്ളി തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പദ്ധതിയിടുന്നുവെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരിക്കാമെന്നത് തീർച്ചയാണ്. എന്താണ് ആ ഗൂഢലക്ഷ്യം? നമുക്ക് പരിശോധിക്കാം. ഏകദേശം 60 വർഷമായി ഉപേക്ഷിക്കപ്പെട്ടതും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ കാലിഫോർണിയ ദ്വീപിലെ കുപ്രസിദ്ധി ജയിലായ അൽക്കാട്രസ് പുനരുജ്ജീവിപ്പിക്കാനും വികസിപ്പിക്കാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുകയാണ്. ലോകത്തിന്റെ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ട്രംപ് ആർക്കും വേണ്ടാത്ത ആ കുപ്രസിദ്ധ ജയിലിനെ സ്വന്തമാക്കുന്ന തിരക്കിൽ മുഴുകിയത് ഒരു പ്രഖ്യാപനം കൂടിയാണ്. ഇനി വലിയ കളികൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു എന്നതാണ് ആ പ്രഖ്യാപനം. വളരെ കാലമായി അമേരിക്ക ക്രൂരരും അക്രമാസക്തരും നിരന്തരമായ കുറ്റവാളികളാലും വലയപ്പെട്ടിരിക്കുകയാണ്. അവർ രാജ്യത്തിന് ദുരിതവും കഷ്ടപ്പാടുമല്ലാതെ മറ്റൊന്നും സംഭാവനയും ചെയ്യുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അമേരിക്കയിൽ കഷ്ടകാലം തുടങ്ങിയെന്നത് കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. മുൻകാലങ്ങളിലൊക്കെ അമേരിക്ക ഇതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിന് രാജ്യം യാതൊരുവിധ മടിയും കാണിച്ചില്ലെന്നും ട്രൂത്ത് സോഷ്യൽ സെറ്റിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. രാജ്യം എന്തിനൊക്കെയോ ഉള്ള കാര്യമായ പരിശ്രമത്തിലാണ് എന്നാണ് ഇത്തരം നടപടികളിലൂടെ ട്രംപ് പറയുന്നത്. ലോകത്തെ വിറപ്പിക്കാനും ലോക പോലീസ് ചമയാനും കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ട്രംപിനെ സംബന്ധിച്ച് ഈ കുപ്രസിദ്ധി ആർജിച്ച ജയിൽ സ്വന്തമാക്കലും ഒരു അനിവാര്യ ഘടകമാണ്. കൊടും കുറ്റവാളികളെ കയ്യോടെ പാർപ്പിച്ച തക്ക ശിക്ഷ നൽകിയ നരകത്തിന്റെ വാതിൽ എന്നറിയപ്പെടുന്ന ആ ജയിലിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ ഒരു ഉയർന്ന സുരക്ഷാ സൈനിക ജയിലായിരുന്നു ഈ അൽക്കാട്രാസ് ജയിൽ. അൽക്കാട്രാസ് ഫെഡറൽ പെനിറ്റൻഷ്യറി എന്നും ഇത് അറിയപ്പെടുന്നു. 1850-ൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് മില്ലാർഡ് ഫിർമോൾ അൽക്കാട്രാസ് ദ്വീപ് സൈനിക ഉപയോഗത്തിനായി നിയോഗിച്ചു. പിന്നീട് ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിലാണ് ഇതൊരു സൈനിക ജയിലായിട്ട് പരിവർത്തനപ്പെടുന്നത്. 1934 മുതൽ 1963 വരെ ആൽക്കാട്രാസ് ഒരു ഫെഡറൽ ജയിലായിട്ട് പ്രവർത്തിച്ചിരുന്നു. 1850 മുതലുള്ള ഈ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ദ്വീപിന് ഒരു സൈനിക ചരിത്രത്തിന്റെ കഥ പറയാനുണ്ട്. ഒരു ഫെഡറൽ സ്ഥാപനമാകുന്നതിന് മുൻപ് ഇതൊരു സൈനിക ജയിലായിട്ട് പ്രവർത്തിച്ചിരുന്നു. കർശനമായ അച്ചടക്കം, കഠിനമായ സാഹചര്യങ്ങൾ, ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള മഞ്ഞുമൂടിയ വെള്ളവും അപകടകരമായ പ്രവാഹങ്ങളും കാരണം ഒരു തടവുകാരനും രക്ഷപ്പെടാൻ കഴിയില്ല എന്നതായിരുന്നു ഈ ജയിലിന്റെ പ്രധാന സവിശേഷത. അതായത് ഈ ജയിലിലേക്ക് വന്ന ഒരാൾക്കും തിരിച്ചു പോവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജയിലിനെ നരകത്തിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധരായ ചില കുറ്റവാളികളെ ഈ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിക്കാഗോയിലെ അധോലോകം നിയന്ത്രിച്ച ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായ അൽ കാപ്പോൺ, കുപ്രസിദ്ധ ബാങ്ക് കൊള്ളക്കാരനായിട്ടുള്ള മെഷീൻ ഗൺ കെല്ലി, ബേഡ്സ്മാൻ ഓഫ് അൽക്ട്രാസ് എന്നറിയപ്പെടുന്ന റോബർട്ട് സ്ട്രൗസ് എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റ് ജയിലുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനാലോ സാധാരണ തടവറയ്ക്ക് വളരെ അപകടകാരിയായിട്ട് കണക്കാക്കപ്പെട്ടതിനാലോ ഈ തടവുകാരെ അൽക്കാട്രാസിലേക്ക് മാറ്റാറുണ്ടായിരുന്നു. അൽക്കാട്രാസിന് ഒരു സവിശേഷ നയം തന്നെ ഉണ്ടായിരുന്നു. കുറഞ്ഞ പ്രിവിലേജുകളോടെ പരമാവധി സുരക്ഷ എന്നതാണ് ഇതിന്റെ നയം. തടവുകാർക്ക് ചില കാര്യങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇവിടെ ലഭ്യമല്ല. ദൈനംദിന ജീവിതവും കർശനമായ നിയന്ത്രണത്തിന്റെ കീഴിലാണുള്ളത്. ആശയവിനിമയം പരിമിതമായിരുന്നു. അതിന്റെ കാഠിന്യം ഉണ്ടായിരുന്നിട്ടും ആൽക്കാട്രാസ് രക്ഷപ്പെടാൻ കഴിയാത്തതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടൽ എന്നത് ഒരു സ്വപ്നമായിട്ട് മാറുമെന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശേഷണം തന്നെ. എന്നാൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ട ചിലരുണ്ട്. അവരുടെ കഥ പറയാം. 1962-ൽ ഫ്രാങ്ക് മോറിസും സഹോദരനായ ജോൺ ക്ലാരൻസ് ആംഗ്ലിനും ഈ ഒരു ജയിലിലെ വാസം മടുത്തിട്ട് മതിലുകൾ തുറന്നിട്ട് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ താൽക്കാലിക റാഫ്റ്റ് ഉപയോഗിച്ച് ഒരു വിപുലമായ രക്ഷപ്പെടലിനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഏകദേശം വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവരുടെ പിന്നീടുള്ള വിധി അജ്ഞാതമായിട്ട് ഇന്നും തുടരുകയാണ്. അതായത് പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയില്ല. ഒരു പക്ഷേ ജയിലധികൃതർ കണ്ടിരിക്കാം, അവരെ തടവിലാക്കിയിരിക്കാം, ഒരു പക്ഷേ കൊന്നിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും പല അഭ്യൂഹങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് പടരുന്നുണ്ട്. ഇത് US ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. ഉയർന്ന പ്രവർത്തന ചെലവുകൾ, പാരിസ്ഥിതിക സമ്മർദ്ദം, പുനരധിവാസത്തിലേക്കുള്ള അമേരിക്കൻ ശിക്ഷാ വ്യവസ്ഥയുടെ പരിണാമം എന്നിവ കാരണം 1963-ൽ ആൽക്കാട്രാസ് അടച്ചുപൂട്ടുകയാണ്. അതിനുശേഷം ഗോൾഡൻ ഗേറ്റ് നാഷണൽ റീക്രിയേഷൻ ഏരിയയുടെ ഭാഗമായി നാഷണൽ പാർക്ക് സർവീസ് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇത് മാറി.
സന്ദർശകർക്ക് ജയിൽ കെട്ടിടങ്ങൾ, സെല്ലുകൾ, ഏകാന്ത തടവ്, ബ്ലോക്കുകൾ എന്നിവ പരിവേഷണം ചെയ്യാനും പ്രദർശനങ്ങളിലൂടെയും ഗൈഡഡ് ടൂറുകളിലൂടെയും അതിൻ്റെ ഇരുണ്ടതും എന്നാൽ ആകർഷകവുമായ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാനും കഴിയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇത് മാറി. സമീപ വർഷങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കുറ്റകൃത്യ നയത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ആൽക്കാട്രാസിനെ വിവാദപരമായി പരാമർശിച്ചിട്ടുണ്ട്. ഇത് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള അതിൻ്റെ പ്രതിച്ഛായയുടെ പ്രതീകാത്മക പുനരുജ്ജീവനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും അത്തരം നിർദ്ദേശങ്ങൾ പ്രധാനമായും പ്രതീകാത്മകമാണ് എന്നതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. അതായത് ഇത്തരം ജയിലിനെ കുറിച്ചുള്ള ട്രംപിൻ്റെ ആവർത്തിച്ചിട്ടുള്ള പരാമർശം ഒരുതരം പേടിപ്പിക്കൽ കൂടിയാണ്. അതായത് ട്രംപ് എന്തിനും മുതിരുമെന്ന കാര്യമാണ് ഇതിലൂടെ ട്രംപ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ജയിൽ തെരഞ്ഞെടുത്തു എന്ന കാര്യം ഇവിടെ പ്രസക്തമാണ്. ശിക്ഷാപരമായ തടവിന്റെ തീവ്രതയെയും അതിന്റെ പാരമ്പര്യത്തിന്റെ നിലനിൽക്കുന്ന നിഗൂഢതയെയും പ്രതിനിധീകരിക്കുന്ന ആൽക്കാട്രാസ് അമേരിക്കൻ ക്രിമിനൽ നീതിന്യായ ചരിത്രത്തിന്റെ ശക്തമായ പ്രതീകമായി ഇന്നും തുടരുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇങ്ങനെ ഒരു തീരുമാനം ട്രംപ് എടുക്കാനുള്ള ഒരു കാരണം കർശനമായ ക്രമസമാധാന നിലപാട് ശക്തിപ്പെടുത്തുക എന്ന വിശാലമായ അജണ്ടയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കാട്രാസ് ഫെഡറൽ ജയിൽ വീണ്ടും തുറക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വരുന്നത്. കർശനമായ നീതിയിലേക്കും പ്രതിരോധത്തിലേക്കും തിരിച്ചുവരവിന്റെ പ്രതീകമായി അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ചരിത്രപരമായ ജയിൽ അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. ആൽക്കാട്രാസിനെ നിയമത്തിന്റെയും ക്രമത്തിന്റെയും നീതിയുടെയും ശക്തമായ പ്രതീകമെന്നാണ് ട്രംപ് പിന്നീടും വിശേഷിപ്പിച്ചത്. ഇത് വീണ്ടും തുറക്കുന്നത് കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ ഗൗരവം പ്രകടമാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീവ്രവാദികളായ ജഡ്ജിമാരിൽ നിന്നുള്ള മൃദുത്വത്തെ അദ്ദേഹം വിമർശിച്ചു. ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരായ ഒരു പ്രതിരോധമായും ജുഡീഷ്യൽ മൃദുത്വത്തിനെതിരെ ഒരു പ്രസ്താവനയായും ആൽക്കാട്രാസ് പോലുള്ള ഒരു സൗകര്യം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കുറ്റകൃത്യങ്ങൾക്കും നിയമവിരുദ്ധ കുടിയേറ്റത്തിനുമെതിരെ ട്രംപ് നടപ്പിലാക്കുന്ന വിശാലമായ നടപടികളുടെ ഭാഗമാണ് ഈ സംരംഭവും. രാജ്യത്തെ ഏറ്റവും അക്രമാസക്തരായ കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി ആൽക്കാട്രാസ് വീണ്ടും തുറക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും സഹകരിക്കാൻ അദ്ദേഹം നീതിന്യായ വകുപ്പും ജില്ലാ ബ്യൂറോയും ഉൾപ്പെടെ നിരവധി ഫെഡറൽ ഏജൻസികളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ ഈ പദ്ധതിക്ക് നിരവധി വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പദ്ധതി ഒരിക്കലും പ്രായോഗികമല്ല എന്ന വസ്തുതയാണ്. ഉയർന്ന പ്രവർത്തന ചെലവുകളും ഘടനാപരമായ പ്രശ്നങ്ങളും കാരണം 1963 അടച്ചുപൂട്ടിയ ആൽക്കാട്രാസിന് $250 മില്യൺ വില മതിക്കുന്ന വിപുലമായ നവീകരണം ആവശ്യമായി വരും. വാർഷിക പ്രവർത്തന ചെലവ് $75 മില്യൺ എത്താൻ സാധ്യതയുമുണ്ട്. കൂടാതെ ദ്വീപ് നിലവിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വർത്തിക്കുകയാണ്. ഇത് ഗണ്യമായ വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട്. ഇത് വീണ്ടും ഒരു ജയിലാക്കി മാറ്റിയാൽ അത് നഷ്ടപ്പെടും. അതായത് ആ ടൂറിസം വരുമാനം നഷ്ടമാകും. കൂടാതെ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ പരിഹാസത്തിന് വിധേയമായിട്ടുണ്ട്. പ്രായോഗിക നയപരമായ പരിഗണനയേക്കാൾ ജനപ്രിയ സംസ്കാരത്തിൽ നിന്നാണ് ട്രംപിന്റെ പ്രചോദനം ഉടലെടുത്തതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഈ വർഷം തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപ് ലോക നേതാവാണ് താനെന്ന് അഹങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറിയതെങ്കിലും പിന്നീട് ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് വലിയ കേടുപാടുകളാണ് സൃഷ്ടിച്ചെടുത്തത്. അമേരിക്കയിലെ ജനങ്ങൾ ഒടുവിൽ തെരുവിലിറങ്ങി ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ട ഗതികേടിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ പോലും പ്രതികൂലമായി ബാധിച്ച ട്രംപിസത്തെ എല്ലാവരും തള്ളി പറയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. താരിഫ് നയം നടപ്പിലാക്കി മറ്റ് രാജ്യങ്ങളെയൊക്കെ വരച്ച വരയിൽ നിർത്താനാണ് ട്രംപ് ശ്രമിച്ചത്. ചൈനയുമായി വ്യാപാര യുദ്ധം നടത്തി ഇപ്പോൾ പണി വാങ്ങി കൂട്ടിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനൊക്കെ പുറമെ ഗാസ, ഗ്രീൻലാൻഡ്, കാനഡ, പനാമ എന്നീ ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. അതും വലിയ ഒച്ചപ്പാടുകൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിട്ടും അതൊന്നും കൂസാക്കാതെയാണ് ട്രംപിന്റെ നിലപാട്. കാനഡയെ അമേരിക്കയ്ക്കൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. NBC ന്യൂസിന്റെ മീറ്റ് ദി പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് വീണ്ടും കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാനഡ എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ അതായത് അമേരിക്കയോട് കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തെ നമ്മൾ എങ്ങനെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനാകുക? അതൊരിക്കലും ആവില്ല. കാരണം കാനഡയെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിന് നേരെയും ഇനി അമേരിക്ക ഇങ്ങനെ വിരൽ ചൂണ്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ കാനഡ പിടിച്ചെടുക്കാൻ സൈന്യത്തെ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് അത് വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഗ്രീൻലാൻഡിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം മാർക്ക് കാർണി വൈറ്റ് ഹൗസ് സന്ദർശിക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. കാനഡയ്ക്ക് പ്രതിവർഷം $200 ബില്യൺ സബ്സിഡി നൽകുന്നുണ്ട്. അവരുടെ കാറുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരുടെ ഊർജ്ജം ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരെക്കാൾ കൂടുതൽ എണ്ണ നമുക്കുണ്ട്, അവരുടെ മരത്തടി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മികച്ച മരത്തടി ഉണ്ടെന്നും ട്രംപ് പറയുന്നു. ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് $200 മില്യൺ
നൽകുന്നത്? ഞങ്ങൾ എന്തിനാണ് കാനഡയ്ക്ക് സബ്സിഡി നൽകുന്നത്? ട്രംപ് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഗ്രീൻലാൻഡിന് എന്തെങ്കിലും സംഭവിക്കാം. അമേരിക്കയുടെ ദേശീയ അന്തർദേശീയ സുരക്ഷയ്ക്ക് നമുക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണ് എന്ന് ആവർത്തിക്കുകയാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ. ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യത താൻ നിഷേധിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. അതായത് ഗ്രീൻലാൻഡിന് വേണ്ടി സൈനിക വ്യൂഹം തയ്യാറാക്കാൻ ട്രംപ് മടിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിങ്ങൾ തന്നെ പറയൂ, ട്രംപ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഴയ ജയിൽ സജീവമാക്കുന്നുണ്ടെങ്കിൽ, ഗ്രീൻലാൻഡും പനാമയും അതുപോലെ കാനഡയും ഒക്കെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ എന്ത് ലക്ഷ്യമായിരിക്കും ട്രംപിന് ഉണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.